ഇപ്പോഴത്തെ തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലും റോങ് പോസ്റ്റേഴ്സൊക്കെ കൊണ്ട് പ്രായഭേദമന്യേ ഒരുപാട് പേർക്കും ഈ ഡിസ്ക് ബൾജിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ നടുവിനും കഴുത്തിനും ഉണ്ടാകുന്ന എല്ലാ വേദനയും നമുക്ക് ഡിസ്ക് ബൾജ് എന്ന് പറയാനും പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ടും ഡിസ്ക് ബൾജ് ഉണ്ടാവാം. നമ്മുടെ നട്ടെല്ലിൽ പ്രധാനമായും 33 വെർട്ടിബ്രയാണ് ഉള്ളത്. ഈ വെർട്ടിബ്രയുടെ ഇടയിലായിട്ട് ഒരു കുഷൻ പോലെ ഒരു സോഫ്റ്റ് ജെല്ലി സ്ട്രക്ചറാണ് ഡിസ്ക്. പല കാരണങ്ങൾ കൊണ്ടും ഈ ഡിസ്ക് വീക്ക് ആവുകയും അതിൻ്റെ ഔട്ടർ ലെയർ ചെറുതായിട്ട് നോർമൽ പൊസിഷനിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് ഡിസ്ക് ബൾജ്. ഡിസ്ക് ബൾജും ഡിസ്ക് ഹെർണിയേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസ്ക് ബൾജിൽ അതിൻ്റെ ഔട്ടർ ലെയർ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഡിസ്ക് ഹെർണിയേഷനിൽ അതിനുള്ളിലുള്ള ജെല്ലും കൂടി പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഡിസ്ക് ഹെർണിയേഷൻ. പ്രധാനമായിട്ടും കഴുത്തിനെയും നടുവിനെയുമാണ് ഈ ഡിസ്ക് ബൾജ് അഫക്റ്റ് ചെയ്യുന്നത്. കഴുത്തിനുണ്ടാകുന്നത് സെർവിക്കൽ ഡിസ്ക് ബൾജ് എന്നും നടുവിലുണ്ടാകുന്നത് ലംബാർ ഡിസ്ക് ബൾജ് എന്നും പറയാറുണ്ട്. തൊറാസിക്കിൽ ഉണ്ടാകുന്ന ഡിസ്ക് ബൾജ് വളരെ അപൂർവമാണ്.